ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, സ്ത്രീകൾ പൊതുവെ പറയുന്ന കുറച്ച് കള്ളങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏകദേശം 5 കള്ളങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, കള്ളം പറയാത്ത ആളുകൾ ഈ ഭൂമിയിലെ ഉണ്ടാവില്ല അല്ലേ? അതിപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും കള്ളം പറഞ്ഞിട്ടുള്ളവരായിരിക്കും അല്ലേ? സാധാരണ സ്ത്രീകൾ പുരുഷന്മാരോട് പറയുന്ന ഒരു 5 കള്ളത്തരങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും പൊതുവേ പറയുന്ന ഒരു കള്ളമാണിതാ ഇത്. വേറെ ഒന്നുമല്ല, എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മാത്രം മതി, നിങ്ങളുടെ സ്നേഹമാണ് എനിക്കുള്ള ഗിഫ്റ്റ്. ഇത് വെറും കള്ളമാണ്. അവർ വെറുതെ പറയുന്നതാണ്. ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കാത്ത സ്ത്രീകൾ ഈ ലോകത്തെ ഉണ്ടാവില്ല. കാരണം സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമാണ് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് എക്സ്പെൻസീവ് ആവണം എന്നൊന്നുമില്ല. ഒരു റോസാപ്പൂ കൊണ്ട് കൊടുത്താലും അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ സ്ത്രീകൾ ആദ്യമായിട്ട് പുരുഷന്മാരോട് പറയുന്ന ഒരു കള്ളം ഇതാണ്: എനിക്ക് നിങ്ങളുടെ സ്നേഹം മതി, അല്ലാതെ വേറെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട എന്ന്. ഇതൊക്കെ അവർ പറയുന്നത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങളുടെ സ്നേഹം മാത്രം മതി, ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നാൽ നിങ്ങളുടെ പൈസ പോവേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊന്നും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാവാം അവരിങ്ങനെ എപ്പോഴും കള്ളം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഉള്ള സ്ത്രീകൾ എപ്പോഴും പറയുന്ന ഒരു കള്ളത്തരമാണ്. വേറെ ഒന്നുമല്ല: എനിക്ക് റെഡിയാവാൻ ഒരു 5 മിനിറ്റ് മതി, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവർ റെഡിയാവാൻ വേണ്ടി പോകുന്നത്. എന്നാലോ ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയെങ്കിലും അവർക്ക് സമയം വേണം. എല്ലാ സ്ത്രീകളും എവിടെയെങ്കിലും പോകുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് അവർ പറയുന്നൊരു കള്ളമാണ് ഇത്: എനിക്കൊരു 5 മിനിറ്റ് മതി, 5 മിനിറ്റുള്ളിൽ ഞാൻ റെഡിയായിട്ട് ഇപ്പോൾ ഇറങ്ങും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പോകുന്നത്. പക്ഷേ അവർ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറെങ്കിലും റെഡിയാക്കാൻ വേണ്ടി എടുക്കുമെന്നതാണ് സത്യം. എല്ലാ വീട്ടിലും എല്ലാ സ്ത്രീകളും പറയുന്നൊരു കള്ളമാണ് ഇത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കിടുകയാണ്. അതായത് അവർ തന്നെയായിരിക്കും കാര്യം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങളും വഴക്ക് പറഞ്ഞു. നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കിട്ടു. എന്നിട്ട് അവർ പിണങ്ങി മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നീ ഓക്കെ ആണോ? അപ്പോൾ അവർ ഓക്കെ ആണെന്നേ പറയത്തുള്ളൂ. ഒരിക്കലും അവരുടെ മനസ്സിലുള്ള ഒരു വിഷമോ സങ്കടമോ ഒന്നും അവർ പുറത്ത് കാണിക്കത്തില്ല. മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അവർ ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, ഇങ്ങനെ തന്നെയായിരിക്കും അവരെപ്പോഴും പറയുക. ഇതാണ് എല്ലാ സ്ത്രീകളും ഗേൾ ഫ്രണ്ട്സും എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കള്ളം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കള്ളം അത്യാവശ്യം എല്ലാ പെൺകുട്ടികളും, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ, വർക്ക് ചെയ്യുന്നവർ ഒക്കെ പറയുന്ന ഒരു കള്ളം ഇതാണ്. വേറെ ഒന്നുമല്ല, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രപ്പോസൽ വരികയാണ്. അവർക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയോട് തീരെ താല്പര്യവുമില്ല. എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും ആ ഒരു വ്യക്തിയാണെങ്കിൽ പോകുന്നുമില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ പുറകെ നടന്നിട്ട് ശല്യം ചെയ്യുകയാണ്. അപ്പോൾ 80% ഗേൾസും പറയുന്ന ഒരു കള്ളമാണ് ഇത്. അതായത്, എനിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാൻ ഇത്രയും വർഷമായിട്ട് കമ്മിറ്റഡ് ആണ്, എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. ആക്ച്വലി അവർ സിംഗിൾ ആയിരിക്കും. എന്നിരുന്നാലും ആവശ്യമില്ലാത്ത, അതായത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രപ്പോസൽ വരുമ്പോൾ അവർ എത്ര നോക്കിയിട്ടും റിജക്റ്റ് ചെയ്ത് വിട്ടാൽ നോക്കിയിട്ടും പോകുന്നില്ലാതെ ഇങ്ങനെ ബലമായിട്ട് പുറകെ നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇത്രയും വർഷമായിട്ട് കമ്മിറ്റഡ് ആണ്, എനിക്ക് ഒരാളുണ്ട്, അതുകൊണ്ട് എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ആവശ്യമില്ലാതെ സമയം കളയണ്ട, വേറെ ആൾ നോക്കാൻ ശ്രമിക്കുക. ഇതായിരിക്കും അവർ പറയുന്നത്. ഈ ഒരു കാര്യം കൂടുതലായിട്ടും കണ്ടുവരുന്നത് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ്. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാണ്. എപ്പോഴും പുറകെ നടക്കുകയാണ്. ക്ലാസ്സിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല, ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഇപ്പം ബസ് കയറാൻ പോകുമ്പോഴത്തേക്കും ആ പുറകെ നടക്കുകയാണ്. ബസ്സിൽ കയറുമ്പോഴത്തേക്കും അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. ബസ്സിൻ്റെ ചുറ്റും നടക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുകയാണ് ഒന്ന് ഇഷ്ടപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി കണ്ടെത്തുന്ന ഒരു മാർഗമാണ്, ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുകയും ചിലപ്പോൾ ഒരാളുടെ ഫോട്ടോ അതിങ്ങനെ കാണിക്കും. ആ കാണിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ കസിൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ ആവാം. അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ഈ ഫ്രണ്ട്സ് ആയിരിക്കും പേര് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പറ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും. കൂടുതലായിട്ടും കോളേജസിലാണ് ഈ ഒരു പരിപാടി കണ്ടുവരുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ഡയലോഗ്, അത് വെറുതെ പറയുന്ന ഒരു വാക്കാണ്. അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അവർ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. എന്നിരുന്നാൽ പോലും അവർ വെറുതെ പറയുന്നതാണ്, ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന്. അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നന്നായിട്ട് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എനിക്ക് നിൻ്റെ സ്നേഹം മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് 5 മിനിറ്റ് മാത്രം മതി റെഡിയാവാൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് അതൊക്കെ വെറും കള്ളമാണ്. അപ്പോൾ ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും അറിയില്ലാത്ത നിങ്ങൾ സുഹൃത്തുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.